കുക്ക് ഇറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ സാമ്പാർ കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനായിട്ട് പരിപ്പ്, ഒരു 1/4 കപ്പ് പരിപ്പ് ഉണ്ട്. പിന്നെ പച്ചക്കറികള്, മുരിങ്ങാക്ക, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ബീൻസ്, ചെരങ്ങ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ആഡ് ചെയ്യാം. എനിക്ക് ചെരങ്ങ ഇഷ്ടമാണ് സാമ്പാറിൽ, അതുകൊണ്ടാണ്. ക്യാരറ്റ്, കോവയ്ക്ക, മത്തങ്ങ, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഇത്ര അധികം പച്ചക്കറി എടുക്കണ്ട. ഇനി വെണ്ടയ്ക്ക, തക്കാളി, പിന്നെ പച്ചമുളകും, ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പ് കഴുകി കുക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പച്ചക്കറി എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഒരുപാട് വെള്ളം ഒഴിക്കണം. നമ്മൾ പച്ചക്കറിയുടെ നേരെ അളവിലല്ല, അതിലും കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാൻ ഈ കുക്കർ നിറയെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര പച്ചക്കറി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇത് അടച്ച് വെച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയ കുക്കറാണെങ്കിൽ അതെടുക്കാവും നല്ലത്, ഒരുപാട് പച്ചക്കറി ഉണ്ടെങ്കിൽ. ഇനി ഇതൊരു വിസിൽ വരുന്നവരെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ചെറിയുള്ളി, നന്നായി തോല് കളഞ്ഞിട്ടുള്ള ഒരു 10-15 ചെറിയുള്ളി, വെളുത്തുള്ളി, അതും കുറച്ച്. ഇനി നമ്മൾ പൊടികളൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ എടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് മൂപ്പിക്കണം. നിങ്ങൾക്ക് ഇത്ര ചെറിയുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇത് ഒരുപാട് ചീനുള്ളി ഉള്ളത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് ഞാൻ അധികം എടുത്തത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ഇട്ടിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇടണം, കരിഞ്ഞു പോവരുത് പൊടികളൊക്കെ. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഈ പൊടി ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ കായപ്പൊടി, ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കുക, പച്ചമണം മാറുന്നത് വരെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്യാം. എനിക്ക് സാമ്പാർ പൊടിയുടെ ചൊയ അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അങ്ങനെയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇത് കരിയാതെ നോക്കണം, ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ വറുത്താൽ മതിയാവും. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാറ്റി വെക്കുക. ഇതൊന്ന് 1 സ്പൂണ് കൂടെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ വറവിടുമ്പോൾ അവസാനം നമ്മൾ ഈ ഒരു പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കുക്കറിലുള്ളത് വന്ന് ഒരു വിസില് വരാനായിട്ടുണ്ട്. വിസില് വന്നതിന് ശേഷം നമ്മൾ വിസില് പോവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമ്മൾ വിസില് പോക്കിയിട്ട് പച്ചക്കറി കുക്കർ തുറക്കണം, അല്ലെങ്കിൽ പച്ചക്കറി വെന്ത് ഉടഞ്ഞു പോവും. അപ്പൊ നമ്മളെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വലിയ കുക്കറാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ തന്നെ വെക്കാം. പക്ഷെ എന്റെ കുക്കർ അത്ര ചെറുതായതുകൊണ്ട് എന്റെ വലിയ കുക്കർ ഇപ്പം എന്റെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ വെക്കാം, ഇത്ര അധികം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഒന്ന് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കണം. പുളി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ് ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കൂല. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ടൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കിടന്ന് തിളച്ചിട്ട് വേവാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം നിങ്ങൾക്ക് എത്ര പുളി വേണമെന്നുള്ളതിനനുസരിച്ച് പുളിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം.
ഇനി നമ്മളിതില് വറുത്ത് വെച്ചിട്ടുള്ള പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ റെഡി ആണെന്നുള്ളത് ആദ്യം നോക്കണം. ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കാനുള്ളതാണ്. ഒരുപാട് തിളയ്ക്കണം. ഇതിപ്പോ ഒരു 1/4 ഭാഗം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അരഭാഗം ആവുന്നത് വരെ ഒരു 1/4 ഭാഗമെങ്കിലും തിളച്ച് പോവണം. നിങ്ങളെ തിക്നെസ്സിനനുസരിച്ചാക്കാം. ഒരുപാട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം തിളച്ച് കളയാ മതി. എന്നിട്ട് ഇതിവിടെ കിടന്ന് തിളച്ച് വന്നോട്ടെ. ഇനി നമ്മള് അപ്പോഴത്തേക്കും ഇതൊന്ന് തിളച്ച് റെഡി ആവുന്നുണ്ട്. ഇനി അപ്പോഴത്തേക്കും നമ്മൾ വറവിനുള്ളത് റെഡിയാക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് ആയതിനു ശേഷം കടുക് പൊട്ടിച്ചിടുക. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എൻ്റെ അടുത്തില്ല. ഇനി ഇതും കൂടെ ഒന്ന് ഇതായതിനു ശേഷം നമ്മൾ ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇത്. അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വറവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് ഉപയോഗിക്കാവൂ. കാരണം സാമ്പാർ വെച്ച പാട് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടൂല, കുറച്ചു നേരം ഇരിക്കണം. ഇപ്പൊ രാവിലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉച്ചക്കാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടാണെങ്കിൽ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം മസാല ഒക്കെ എല്ലാത്തിലും പിടിച്ചിട്ട്. അപ്പൊ നമ്മളെ സാമ്പാർ നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.